ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ കളർഫുൾ യാൺസ് ബൈ സീനു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ക്രോഷ്യേനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേർക്ക് ക്രോഷ്യ പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ക്രോഷ്യയുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരാന്നുള്ളത്, എങ്ങനെയാണ് ഹുക്കും യാണൊക്കെ പിടിക്കേണ്ടത്, ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഹുക്കും യാണും എടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ പഠിക്കുക എങ്ങനെയാണ് ഹുക്കും യാണും പിടിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് മെത്തേഡ് ഉണ്ട്, ഹുക്കും യാണും ഹോൾഡ് ചെയ്യണതിന് ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതിൽ നമ്മൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്ന മെത്തേഡാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓരോരുത്തരും ഇങ്ങനെ ചെയ്തിട്ടാണ് പഠിച്ചെടുക്കുക. എങ്ങനെ പിടിച്ചാലാണ് എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാലാണ് ഓരോരുത്തർക്ക് മനസ്സിലാവുക. അപ്പം ഞാൻ പിടിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ രണ്ട് വിരൽ കൊണ്ട് നമ്മൾ യാണിൻ്റെ ചെറിയ ഭാഗം ഇങ്ങനെ ഹോൾഡ് ചെയ്യും. കണ്ടോ, ഈ ചെറിയ ഭാഗം ഈ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കും. എന്നിട്ട് ഈ ചൂണ്ടവിരലിൽ യാണിങ്ങനെ ചുറ്റിയെടുക്കും. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ രണ്ട് വിരൽ ഉപയോഗിച്ചിട്ട് ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കും. ഇങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് യാണ് പിടിക്കുന്നത്. അതുപോലെ ഹുക്കും പിടിക്കാൻ ഇതുപോലെ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഓരോരുത്തർ നമ്മൾ പെന്നൊക്കെ ഉപയോഗിക്കണ പോലെ തന്നെ, ഇപ്പം നമ്മൾ ഉപയോഗിക്കണ പോലെയല്ലല്ലോ മറ്റൊരാൾ പെന്ന് യൂസ് ചെയ്യണത്, പിടിക്കുന്നത്. അപ്പം അതേപോലെ തന്നെയാണ് ഹുക്ക് പിടിക്കുന്നതിൽ ഓരോരുത്തരുടെ ഏനത്തിനനുസരിച്ചിട്ട് ഓരോരുത്തർ പിടിക്കുക. അപ്പോൾ ഞാനിങ്ങനെയാണ് ഹോൾഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ പിടിക്കുക, ഈ രണ്ട് വിരൽ കൊണ്ട് ഈ ഭാഗം ഹോൾഡ് ചെയ്ത് പിടിക്കുക, ഈ വിരലിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുക, ഈയാണ് ഇവിടെയും പിടിക്കുക. ഇങ്ങനെയാണ് ഞാൻ പിടിക്കാറുള്ളത്. പിന്നെ അതിനുശേഷം നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ സ്ലിപ്പ് നോട്ടാണ്. അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർ പോയി കണ്ടു നോക്കുക. ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുക എന്ന് പറയുമ്പോൾ യാണ് ഇങ്ങനെ പിടിക്കുക, ഇതിന്റെ ചെറിയ ഭാഗം നമ്മളുടെ കൈൻ്റെ അവിടെ വെക്കുക. എന്നിട്ട് ഈ ചൂണ്ടവിരലിൽ ഇങ്ങനെ ഒരു തവണ ചുറ്റിയെടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റൗണ്ട് കിട്ടും. ഇങ്ങനെ ഒരു തവണ ചുറ്റിയെടുത്താൽ ഇങ്ങനെ ഒരു റൗണ്ട് കിട്ടും. ഈ റൗണ്ടിന്റെ ഉള്ളിൽ കൂടെ ഈ ലോങ് ആയിട്ട് കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഇങ്ങനെ വലിച്ചെടുക്കുക ഈ റൗണ്ടിന്റെ ഉള്ളിൽ കൂടെ. കണ്ടോ, ഇങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ഇടുക. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇപ്പം മാജിക് റിങ് ഇടാനാണെങ്കിലും സ്ലിപ്പ് നോട്ട് ഇടാനാണെങ്കിലും ഹുക്കും യാണും പിടിക്കുന്നതിലാണെങ്കിലും ഒക്കെ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ഓരോരുത്തർക്ക് പിടിക്കാം. ഇതിൽ സ്ലിപ്പ് നോട്ട് ഇടാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടെടുക്കാം. ഇതിങ്ങനെ വലിച്ചാൽ അതങ്ങോട്ട് പോവുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ സ്ലിപ്പ് നോട്ട് ഇടാനായിട്ട്. നമുക്ക് വർക്ക് ചെയ്തിട്ട് തുടങ്ങാൻ ഇങ്ങനെയാണ് ഹുക്ക് പിടിക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ സ്ലിപ്പ് നോട്ട് ഇടുന്നത്. ഇനി നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടൽ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളത് ചെയിൻ സ്റ്റിച്ചാണ്. ആ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കുക. നമ്മൾ ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടു, അതിനുശേഷം ഈ ലൂപ്പിന്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 4mm ഹുക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ഹുക്ക് ഇങ്ങനെ നമ്മളെ ഫേസ് ചെയ്തിട്ട് ഹുക്ക് ഇങ്ങനെ നിർത്തുക. എന്നിട്ട് ഇത് നല്ല ശ്രദ്ധിച്ചാൽ മതി, ഈ യാണിന്റെ അടിഭാഗത്തു കൂടെ ഹുക്ക് ഇങ്ങനെ തിരിച്ചെടുക്കുക. കണ്ടോ, എന്നിട്ട് ഈ ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ചെയിൻ ഇട്ടിട്ടുണ്ട്. കണ്ടോ, എങ്ങനെയാണെന്ന് ഒന്നും കൂടി കാണിച്ചു തരാം. ഹുക്ക് ആദ്യം നമ്മളുടെ ഫേസ് ആക്കിയിട്ട് നിർത്തുക. എന്നിട്ട് ഈ യാണിന്റെ അടിയിൽ കൂടെ പോയിട്ട് ഹുക്ക് തിരിച്ചു കൊടുക്കുക. ഈ കുളത്ത് ഉപയോഗിച്ചിട്ട് വലിച്ചെടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് ചെയിൻ ഇട്ട് പോകുന്നത്. കണ്ടോ,
നമ്മൾ ഈ കൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഹുക്കാണ് തിരിച്ചു കൊടുക്കുന്നത്. ആദ്യം ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഈ ആണിന്റെ അടിയിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഈ ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇതാണ് ചെയിന്. ഇത് ഒരുപാട് തവണ ചെയ്ത് പഠിക്കുക. ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വീടുണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അതിനൊരു അടിത്തറ വേണമല്ലോ. ആ അടിത്തറ ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലല്ലേ നമ്മൾ പണിത് ഉയർത്തി വരുന്നത് വീടിന്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ക്രോഷ്യയിൽ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ വർക്കും സ്റ്റാർട്ട് ചെയ്ത് പോണത്. ഈ ചെയിൻ സ്റ്റിച്ചിന്റെ മേലക്കാണ് ഇനിയിപ്പോൾ സിംഗിൾ ക്രോഷ്യ ആണെങ്കിലും ഡബിൾ ക്രോഷ്യ ആണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്ത് തുടങ്ങുന്നത് ഈ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ മാജിക് റിങ് ഇട്ടിട്ട് ചെയ്യുന്നത് വേറെ ഉണ്ട്. ഇങ്ങനെ ഈ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് ആദ്യം നമ്മൾ ചെയ്ത് തുടങ്ങുക. അപ്പൊ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് ചെയ്തു വന്നാൽ നമുക്ക് കുറച്ചധികം സ്പീഡിലൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തു പോവാം. ഇതാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പൊ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. അതെങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഹുക്ക് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഒരു ഫസ്റ്റത്തെ ചെയിനിന്റെ ഉള്ളിലേക്കല്ല, രണ്ടാമത്തെ ചെയിനിന്റെ ഉള്ളിലേക്കായിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കണ്ടോ, എന്നിട്ട് യാൺ ഓവർ ചെയ്യുക. യാൺ ഇതുപോലെ ചുറ്റി കൊളത്തി വലിക്കുക, ഈ ചെയിനിന്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക, എന്നിട്ട് ഈ ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. അപ്പം നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി രണ്ടാമത്തത് ചെയ്യാൻ അടുത്ത ചെയിനിന്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ചുറ്റി വലിച്ചെടുത്തു. ഇനി ഈ ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. അപ്പം 2 എണ്ണം ചെയ്തു. ഇനി മൂന്നാമത്തത് ചെയ്ത് കാണിച്ചു തരാം. അടുത്ത ചെയിനിന്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ 2 ലൂപ്പായി. ഇനി യാൺ ഓവർ ചെയ്യുക. ഈ 2 ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ ഒരുമിച്ച് വലിച്ചെടുക്കുക. കണ്ടോ, ഇതിങ്ങനെ പതുക്കെ ചെയ്ത് പഠിച്ചാൽ മതി. അടുത്ത ചെയിനിന്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തു. ആദ്യത്തെ ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു, രണ്ടാമത്തെ ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു. കണ്ടോ, ഇങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് മുഴുവനായിട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിതാ ഈ ചെയിന് മുഴുവനായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ടുള്ള ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷ്യ ആണ്. സിംഗിൾ ക്രോഷ്യ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ ആദ്യം കുറച്ച് ചെയിൻ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇട്ട് പഠിച്ച ചെയിനിൽ ഇപ്പം നമ്മൾ ഇട്ട് പഠിച്ച ചെയിൻ ഉണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. എങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഈ യാണ് ഇങ്ങനെ പിടിക്കുക, ഹുക്ക് ഇങ്ങനെ പിടിച്ചെടുക്കുക. എന്നിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എക്സ്ട്രാ ഒരു ചെയിന് നമ്മളിവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയിൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഒരു ചെയിന് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലാണ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് തുടങ്ങുന്നത്. നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്ത ചെയിനാണ്, അതവിടെ ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ ചെയിനിൽ നമ്മൾ ചെയ്ത് തുടങ്ങുക. അതായത് നമ്മളൊരു 10 ചെയിൻ വെച്ചിട്ടാണ് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 ചെയിന് ഇട്ട് കൊടുത്തിട്ട് 11ാമത്തത് ഒരു ചെയിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ബാക്കി 10 ചെയിനിലും സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം നമ്മൾ ഹുക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇനി ഈ ചെയിൻ ഇവിടെ വിട്ടു, അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. കണ്ടോ, ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ ഈ ആണിന്റെ താഴത്തു കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ കുളത്തുപയോഗിച്ചിട്ട് അയാണ് വലിച്ചെടുക്കുക. ഇപ്പതാ നമ്മളുടെ ലൂപ്പ് ഹുക്കില് 2 ലൂപ്പ് ഉണ്ട്, 1, 2 അങ്ങനെ 2 ലൂപ്പായിട്ട് കിട്ടും. ഈ 2 ലൂപ്പിനെ വീണ്ടും നമ്മൾ ഒരു തവണ കൂടി ഇതേപോലെ യാണ് കൊളത്തി വലിച്ചിട്ട് ഈ 2 ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇതാണ് ഒരു സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഒന്നും കൂടി കാണിച്ചു തരാം. അടുത്ത
ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കണ്ടോ, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ യാണ് ചുറ്റി വലിച്ചെടുക്കുക. ഇപ്പം 2 ലൂപ്പായി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തവണ കൂടി വലിച്ചെടുക്കുക. ഇപ്പം രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി മൂന്നാമത്തത് ചെയ്യാം. വീണ്ടും അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. ഇതേപോലെ യാണ് വലിച്ചെടുത്തു. വീണ്ടും ഒരു തവണ കൂടി യാണ് വലിച്ചെടുത്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഇങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ഇതേപോലെ ചെയിൻ ഇട്ടിട്ട് ആദ്യം സിംഗിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്ത് പഠിക്കുക. കണ്ടോ, ഈ ചെയിൻ മൊത്തം നമുക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത്. ഇനി സിംഗിൾ ക്രോഷ്യനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, പിന്നെ നമ്മൾ ക്രോഷ്യ ചെയ്യുന്നതിൽ ഏറ്റവും ഉറപ്പോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മൾ അമിക്കുരുമി ഉണ്ടാക്കുമ്പോഴും പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ്, പാവകൾ, പിന്നെ കുഞ്ഞു പേഴ്സുകൾ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ നമ്മൾ കൂടുതൽ പിന്നെ സിംഗിൾ ക്രോഷ്യ യൂസ് ചെയ്തിട്ട് ചെയ്താൽ നല്ല ഉറപ്പോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രേ ഇതിന് ഹൈറ്റ് വരുള്ളൂ. പിന്നെ ഹുക്ക് മാറ്റണതിനനുസരിച്ചിട്ട് ഹൈറ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. പിന്നെ യാണിൻ്റെ വലിപ്പം, അങ്ങനെ ഓരോ ചേഞ്ച് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ഹൈറ്റിൽ മാറ്റം വരും. ഇതാണ് ഏറ്റവും ചെറിയ സ്റ്റിച്ചാണ് സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. കണ്ടോ, ഇത് മുഴുവനായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ വരിക എന്നുള്ളത്. നമ്മളിതാ ആ ചെയിന് മുഴുവൻ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ടു. എന്നിട്ട് ഒരു 10 ചെയിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ നമ്മളുടെ സിംഗിൾ ക്രോഷ്യനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂടിയിട്ടുള്ള സ്റ്റിച്ചാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. കുറച്ചും കൂടി എന്താ പറയുക, പെട്ടെന്ന് ചെയ്തെടുക്കാനുള്ള വർക്കിനൊക്കെ സിംഗിൾ ക്രോഷ്യനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് വർക്ക് തീർക്കാൻ പറ്റുക ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ചെയിനാണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, ഇപ്പം ഞാൻ 10 ചെയിനാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2 ചെയിനും കൂടി ഇട്ട് കൊടുക്കുക. കണ്ടോ, ഈ 2 ചെയിൻ ഇവിടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്ത് തുടങ്ങാം. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം യാണ് ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഒരു തവണ യാണ് ഹുക്കിൽ ചുറ്റിയെടുക്കുക. എന്നിട്ട് ചുറ്റിയതിന് ശേഷം ഈ ആദ്യത്തെ 2 ചെയിൻ അവിടെ വിട്ട് കൊടുക്കുക. മൂന്നാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, മൂന്നാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ യാണ് ഒന്ന് ചുറ്റി വലിച്ച് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. സിംഗിൾ ക്രോഷ്യയിൽ നമ്മളെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്പാണ് ഉണ്ടായിരുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യ വരുമ്പോൾ അത് 3 ലൂപ്പായിട്ട് ഉണ്ടാവും. കണ്ടോ, 1, 2 and 3. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എഗെയിൻ ഒരു തവണ കൂടി യാണ് ചുറ്റിയെടുത്തിട്ട് ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും വലിച്ചെടുക്കുക. അതുപോലെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തവണ കൂടി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ചുറ്റുക, ഹുക്കിൽ ചുറ്റിയെടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് അടുത്ത ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. ഒരു തവണ കൂടി യാണ് വലിച്ചെടുക്കുക. അപ്പം 3 ലൂപ്പായി. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തവണ കൂടി ഹുക്കിൽ യാണ് വലിച്ചെടുത്തിട്ട് ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും പുറത്തേക്ക് വലിച്ചെടുക്കുക. അപ്പം 2 എണ്ണമായി. വീണ്ടും ഒരു തവണ കൂടി ചുറ്റിയെടുക്കുക. സെയിം പോലെ തന്നെ മൂന്നാമത്തെ ചെയിൻ്റെ ഉള്ളിലേക്ക് ഇടുക. ഇതേപോലെ വലിച്ചെടുക്കുക. 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തവണ കൂടി ഇങ്ങനെ ഹുക്ക് വലിച്ചെടുക്കുക. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാഫ് ഡബിൾ ക്രോഷ്യയും സിംഗിൾ ക്രോഷ്യയും തമ്മിലുള്ള മാറ്റം കണ്ടോ, ഹൈറ്റിൽ വ്യത്യാസം വരും. ഇത് കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലായിരിക്കും, ഇത് കുറച്ച് ഹൈറ്റ് കുറവായിരിക്കും.
ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്താലും അത്യാവശ്യം നല്ല ഉറപ്പ് കൂടിയിട്ടുള്ള സ്റ്റിച്ച് തന്നെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി ഞാൻ ബാക്കിയുള്ള 10 സ്റ്റിച്ചിലും ഇതുപോലെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ആ 10 ചെയിൻ മുഴുവനായിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് പഠിച്ചു, അതുപോലെ തന്നെ സിംഗിൾ ക്രോഷ്യ പഠിച്ചു, അതിനുശേഷം ഹാഫ് ഡബിൾ ക്രോഷ്യ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡബിൾ ക്രോഷ്യ ആണ്. നമ്മൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നൊരു സ്റ്റിച്ചാണ്. എല്ലാതും ഹാഫ് ഡബിൾ ക്രോഷ്യം സിംഗിൾ ക്രോഷ്യ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടെങ്കിലും കൂടുതൽ നമ്മൾ ചെയ്തെടുക്കുന്നത് ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ വർക്കൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിക്കാം. അതിന് ഞാനിവിടെ നേരത്തെ പോലെ തന്നെ 10 ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ 2 ചെയിനാണ് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും 3 ചെയിനാണ് കൂടുതലായിട്ട് ഇടുക. 1 2 and 3. കണ്ടോ, 3 ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നേരത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത പോലെ തന്നെ യാണൊന്ന് ചുറ്റിയെടുക്കുക ഹുക്കിൽ. അപ്പോൾ 3 ചെയിൻ വിടുക. 1 2 3 3 ചെയിൻ വിട്ടു. 4ാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കണ്ടോ, എന്നിട്ട് നേരത്തെ ചെയ്ത അതേപോലെ ഹുക്കിൽ യാണ് ചുറ്റിയിട്ട് 4ാമത്തെ ചെയിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് പുറത്തേക്ക് എടുക്കുക. ഇനി ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാണ് ഇതുപോലെ ചുറ്റിയിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യയിൽ ചെയ്യാൻ പോകുന്നത് ഈ 3 ലൂപ്പിൻ്റെ ഒരു ലൂപ്പ് മാറ്റി ബാക്കി 2 ലൂപ്പില്ലേ, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാണ് ഇതുപോലെ ചുറ്റി വലിച്ചെടുക്കുക. കണ്ടോ, 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ വലിച്ചെടുത്തത്. ബാക്കി ഇനി ഇവിടെ 2 ലൂപ്പ് കൂടെ ഉണ്ട്. അപ്പം നമ്മളെ ഹുക്കിൽ ബാക്കി 2 ലൂപ്പ് ഉണ്ട്. അതിനെ ഒരു തവണ കൂടി ഇതേപോലെ തന്നെ യാണ് ചുറ്റി ഹുക്കിൽ ചുറ്റിയിട്ട് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇതാണ് ഒരു ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഒന്നും കൂടി കാണിച്ചു തരാം. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ അതാ 3 ലൂപ്പായി. അതിൽ ആദ്യം നമ്മൾ 2 ലൂപ്പിൽ യാണ് വലിച്ചെടുത്തു. എഗൈൻ ഞാൻ ചുറ്റി ബാക്കി വരുന്ന 2 ലൂപ്പിലും കൂടെ വലിച്ചെടുത്തു. കണ്ടോ, ഇത് അത്യാവശ്യം ലെങ്ത് കൂടിയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ്. നമുക്ക് കുറച്ച് വലിയ വർക്കുകളൊക്കെ ചെയ്തെടുക്കാൻ, പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ ഇതാണ് യൂസ് ചെയ്യാറ്. വേഗത്തിൽ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്നത് ഈ ഒരു സ്റ്റിച്ചാണ്. ഇനി ബാക്കി നമുക്ക് 10 സ്റ്റിച്ചിലും 10 ചെയിനിലും ഇതേ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാത്തിലും ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ നമ്മളിപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് മുഴുവനാക്കി എടുത്തിട്ടുണ്ട്. 10 ചെയിനിലും ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. അതാ നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം എത്ര ഡബിൾ ക്രോഷ്യ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. 1 2 3 4 5 6 7 8 9 10 10 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ വരുന്നത്. കണ്ടോ, ഇത് ഡബിൾ ക്രോഷ്യ വരുന്നത്. ഇത് ഹാഫ് ഡബിൾ ക്രോഷ്യനേക്കാളും ലെങ്ത് കൂടിയിട്ടുള്ള സ്റ്റിച്ചാണ്. കണ്ടോ, ഇത് ഉടുപ്പൊക്കെ തയ്ക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഡബിൾ ക്രോഷ്യയാണ്. കാരണം വലിയ പ്രൊജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എളുപ്പം കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ക്രോഷ്യയാണ് യൂസ് ചെയ്യാറ്. കണ്ടോ, ലെങ്ത്തിൻ്റെ മാറ്റം, ഈ സ്റ്റിച്ചിൻ്റെ വലിപ്പം കണ്ടില്ലേ രണ്ടും തമ്മിലുള്ള. അതുപോലെ തന്നെ സിംഗിൾ ക്രോഷ്യ വരുമ്പോൾ അതിനും ചെറിയ ലെങ്ത്താണ് വരിക സ്റ്റിച്ചിന്. അപ്പം നമ്മൾ 3 ലെങ്ത്തിലുള്ളത് കണ്ടു. ഇനി വരുന്നത് ട്രിപ്പിൾ ക്രോഷ്യയാണ്. അതെങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഇനി അടുത്തത് ട്രിപ്പിൾ ക്രോഷ്യയാണ്. അപ്പം നമ്മൾ സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ വരെ ചെയ്തു. ഇനി ട്രിപ്പിൾ ക്രോഷ്യയാണ്. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ഞാനിവിടെ 10 ചെയിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം സിംഗിൾ ക്രോഷ്യക്ക് 1 ചെയിനാണ് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. രണ്ടാമത്തത് ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ 2 ചെയിനാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഡബിൾ ക്രോഷ്യക്ക് നമ്മൾ 3 ചെയിനാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ട്രിപ്പിൾ ക്രോഷ്യക്ക് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് 4 ചെയിനാണ്. 1 2 3 and 4. കണ്ടോ, ഇത് നമ്മൾ 10 ചെയിൻ ഇട്ടിട്ടാണ് വർക്ക് തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് 10 ചെയിനിലും
ട്രിപ്പിൾ ക്രോഷ്യ കിട്ടണം എങ്കിൽ ഇവിടെ 4 ചെയിൻ ഇട്ട് കൊടുക്കുക. അതിൽ നമുക്ക് 10 ചെയിൻ ഇട്ട് അതിൽ തന്നെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് 4 ചെയിൻ എണ്ണി നോക്കുക എത്ര ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് 6ാമത്തെ 4 ചെയിൻ വിട്ടിട്ട് നമ്മൾ ഇവിടെ ചെയ്ത് തുടങ്ങുന്ന 6ാമത്തെ ചെയിനിലാവും സ്റ്റാർട്ട് ചെയ്യലുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ 10 ചെയിൻ ചെയ്തു. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് 4 ചെയിൻ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. 1 2 3 4 4 ചെയിൻ ഇവിടെയാണ് വരുന്നത്. 5ാമത്തെ ചെയിനിലാണ് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിന് ആദ്യം തന്നെ 2 തവണ ഹാഫ് ഡബിൾ ക്രോഷ്യയും ഡബിൾ ക്രോഷ്യയും ചെയ്യുമ്പോൾ നമ്മൾ ഒരു തവണയാണ് ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുള്ളത്. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ 2 തവണയാണ് ഹുക്കിന്റെ മേലെ ഇതുപോലെയാണ് ചുറ്റിയെടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ചുറ്റിയെടുക്കുക. 5ാമത്തെ ഹുക്കിന്റെ ഉള്ളിലേക്ക് ചെയിനിന്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതുപോലെ വലിച്ചെടുക്കുക. ഇപ്പൊ നമ്മളുടെ ഹുക്കിൽ മൊത്തം 4 ലൂപ്പാണ് ഉള്ളത്. കണ്ടോ, 1 2 3 4 4 ലൂപ്പ് ഉണ്ട്. ഈ 4 ലൂപ്പിൽ ആദ്യം നമ്മൾ 2 ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ മാത്രം ഹുക്ക് വലിച്ചെടുക്കുക. വീണ്ടും ഒന്നും കൂടി ചുറ്റി വലിച്ചെടുക്കുക. ഈ 2 ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ മാത്രം വലിച്ചെടുക്കുക. ഇപ്പോൾ എഗൻ 2 ലൂപ്പ് നമ്മളുടെ ഹുക്കിലുണ്ട്. ഒന്നും കൂടി ഇതുപോലെ വലിച്ചെടുക്കുക. 3 തവണ ഇതുപോലെ 2 വെച്ചിട്ട് നമ്മൾ വലിച്ചെടുക്കണം. ഇപ്പോൾ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഈ വിട്ട 4 ചെയിനിന്റെ ഹൈറ്റിലാണ് ഈ ട്രിപ്പിൾ ക്രോഷ്യ വന്നിട്ടുള്ളത്. ഇനി ഒന്നും കൂടി ചെയ്യാം. 1 തവണ ചുറ്റി 2 തവണ ചുറ്റിയെടുത്ത് നമുക്ക് ഇങ്ങനെയാണ് ചുറ്റിയെടുക്കേണ്ടത്. കണ്ടോ, 2 തവണ ചുറ്റിയെടുത്തിട്ടുണ്ട്. അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 1 തവണ ചുറ്റിയെടുക്കുക. ഇപ്പൊ 4 ലൂപ്പ് ഉണ്ട്. 4 ലൂപ്പിൽ 2 ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ ഹുക്ക് വലിച്ചെടുക്കുക. എഗൈൻ 2 ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇനി 1 തവണ കൂടി വലിച്ചെടുക്കാനുണ്ട്. 1 തവണ കൂടി ഇതുപോലെ ചുറ്റിയിട്ട് വലിച്ചെടുക്കുക. ഇപ്പൊ 2ാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെയാണ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ സ്റ്റിച്ചിൽ ഏറ്റവും വലിപ്പം കൂടിയിട്ടുള്ള സ്റ്റിച്ചായിട്ട് വരുന്നത്. നമ്മൾ കൂടുതലും ബോർഡർ ചെയ്യാനും പിന്നെ സ്കാലപ്പൊക്കെ ചെയ്യില്ലേ, അങ്ങനൊക്കെ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്. കൂടുതലായിട്ട് ഫ്ലവറൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണിത്. അപ്പോൾ ഇത് ബാക്കി 10 സ്റ്റിച്ചിലും നമുക്ക് ചെയ്തെടുക്കണം. 10 സ്റ്റിച്ചിലും ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ 10 ചെയിനിലും ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തെടുത്തു. 1 2 3 4 5 6 7 8 9 10 10 എണ്ണം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ക്രോഷ്യയുടെ സ്റ്റിച്ചസ്. ഇത് 4 തമ്മിലുള്ള ഹൈറ്റിന്റെ സ്റ്റിച്ചസിന്റെ വ്യത്യാസം കണ്ടോളൂ. കണ്ടോ, ഇത് സിംഗിൾ ക്രോഷ്യയാണ്, ഇത് ഹാഫ് ഡബിൾ ക്രോഷ്യ, ഇത് ഡബിൾ ക്രോഷ്യ, ഇത് ട്രിപ്പിൾ ക്രോഷ്യ. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ സ്റ്റിച്ചായിട്ട് വരുന്നത്. നമുക്ക് വലിയ ബ്ലാങ്കറ്റൊക്കെ ഉണ്ടാക്കാനൊക്കെ നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് വരുന്നത്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റിച്ചുകളും ഒരേ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരേ ടൈറ്റായിട്ട് ഒന്ന് ടൈറ്റായിട്ടും ഒന്ന് ലൂസായിട്ടും അങ്ങനെയൊന്നും പോവാതെ എല്ലാതും ഒരേപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഒരു സ്റ്റിച്ച് ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ നല്ല ടൈറ്റിലും ഒന്ന് നല്ല ലൂസായിട്ടും ചെയ്താൽ ആ വർക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, ഷേപ്പിലും മാറ്റം വരും. അപ്പോൾ എല്ലാ സ്റ്റിച്ചും നമ്മൾ ഒരേപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ സ്റ്റിച്ചുകൾ തന്നെ ഇതിന്റെ മേലക്കായിട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യാണ് ഇതിന്റെ മേലക്കായിട്ട് വലിയ ഒരു എന്താ പറയാ, ഇതിപ്പോ ചെറിയൊരു 10 സ്റ്റിച്ച് മാത്രം ഇട്ടിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. വലിയ നമുക്ക് ഷാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ കുറെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുക്കുക. അതിന്റെ മേലക്കായിട്ട് നമുക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ 4 ചെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ എൻഡ് ഭാഗം എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ച് ചെയ്യാനായിട്ട് സെയിം തന്നെ 4 ചെയിൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വർക്കൊന്ന് ടേൺ ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ അതുപോലെ വർക്ക് ചെയ്തിട്ട് ഇതുവരെ ചെയ്തെടുക്കുക. ഇവിടുന്ന് വീണ്ടും നമ്മൾ തിരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 4 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക.
വീണ്ടും വർക്ക് ടേൺ ചെയ്ത് കൊടുക്കുക, ബാക്കിയുള്ളത് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഏകദേശം ഇപ്പോൾ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്. അപ്പോൾ ക്രോഷ്യയുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ക്രോഷ്യയുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് വരുന്നത്. ഇനി നമുക്കിതിൽ പഠിക്കാനായിട്ട് മാജിക് റിംഗ് ആണുള്ളത്. മാജിക് റിംഗ് എങ്ങനെയാണ് ഇടുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മാജിക് റിംഗ് ഇടാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതുപോലെ യാണ് പിടിക്കുക. എന്നിട്ട് യാണ് ഞാനിവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ചെറിയ ഭാഗം ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. യാണിൻ്റെ വലിയ ഭാഗം ഇവിടെയാണുള്ളത്. കണ്ടോ, ചെറിയ ഭാഗം ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഈ 2 വിരൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇവിടുന്ന് ഞാനിടുന്ന മെത്തേഡാണ്. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ക്രോസ് ആക്കിയിട്ട് യാണ് കൊണ്ടുപോവുക. എന്നിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ എടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു ഇൻറ്റു പോലെ ചെയ്തെടുക്കുക. കണ്ടോ, ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് കൊണ്ടുവരിക. ഇവിടുന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് കൊണ്ടുവരിക. ഇങ്ങനെ ഇൻറ്റു പോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഇൻറ്റു ഷേപ്പിലാണ് കിട്ടുന്നത്. ഈ ആണ് തിരിച്ച് ഞാൻ ഇവിടെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇനി ഹുക്ക് എടുക്കുക. ഹുക്ക് എടുത്തിട്ട് ഇവിടെ ഇടരുത്. ഈ ആണ് ഫസ്റ്റത്തെ ഈ ആണുണ്ടല്ലോ, ഈ ആണിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഹുക്ക് തിരിച്ചു പിടിച്ചിട്ട് ഈ ലൂപ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ലൂപ്പ് കിട്ടും. ഇനി നമ്മൾ ഇപ്പുറത്ത് പിടിച്ചിട്ടുള്ള വലിയ യാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ, വലിയ അറ്റാണ് അവിടെ, ചെറുതല്ല വലിക്കേണ്ടത്, വലിയ ഭാഗം വലിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇപ്പം നമ്മളുടെ മാജിക് റിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് പറയുമ്പോഴാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോണത്. നമ്മൾ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ മാജിക് റിംഗ് ആണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഈ ചെറിയ എൻഡ് പിടിച്ച് വലിച്ചാൽ റിംഗ് ചെറുതാവുകയും ചെയ്യും. ഇവിടെ പിടിച്ച് വലിച്ചാൽ വലിയ റിംഗ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാക്കിയുള്ള വർക്കുകളും ഡബിൾ ക്രോഷ്യം സിംഗിൾ ക്രോഷ്യം ഒക്കെ ചെയ്തെടുക്കുക. ഈ ലൂപ്പിൻ്റെ ഉള്ളിലാണ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരുപാട് തവണ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോയിലായിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.